മിഡിൽ ഈസ്റ്റ് എന്ന പ്രദേശം വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഗൾഫ് രാജ്യങ്ങൾ ലോകത്തിന്റെ സാമ്പത്തിക കേന്ദ്രമായി മാറുന്നു. പതിറ്റാണ്ടുകളായി ദുബായ് ആയിരുന്നു ഇതിന്റെ പ്രധാന കേന്ദ്രം. കച്ചവടത്തിനും വിനോദസഞ്ചാരത്തിനും ആളുകൾ ദുബായിലെത്തി. ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ദുബായിൽ പണം മുടക്കി. മലയാളികൾക്കും ദുബായ് ഒരു സെക്കൻഡ് ഹോമാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ്. സൗദി അറേബ്യ വലിയൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുന്നു. ദുബായിയെ മറികടക്കാൻ അവർ ലക്ഷ്യമിടുന്നു. മിഡിൽ ഈസ്റ്റിന്റെ പുതിയ സാമ്പത്തിക തലസ്ഥാനമാകാനാണ് അവരുടെ ശ്രമം. ഇതിനായി അവർ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നു. ഈ മാറ്റങ്ങൾ ഗൾഫ് മേഖലയെ മുഴുവൻ സ്വാധീനിക്കും. ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് മലയാളികൾക്കും ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. സൗദി അറേബ്യയുടെ ഈ പുതിയ കുതിപ്പിന് കാരണം വിഷൻ 2030 എന്ന പദ്ധതിയാണ്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. എണ്ണയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത് അപകടകരമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. എണ്ണവില കുറയുമ്പോൾ രാജ്യത്തിന്റെ വരുമാനം ഇടിയും. അതിനാൽ മറ്റ് മേഖലകളിൽ നിന്ന് വരുമാനം കണ്ടെത്താൻ അവർ തീരുമാനിച്ചു. ഇതിനായി വിനോദസഞ്ചാരം, വ്യവസായം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ വളർത്താൻ തുടങ്ങി. വിദേശ നിക്ഷേപകരെ രാജ്യത്തേക്ക് ആകർഷിക്കാൻ അവർ നിയമങ്ങൾ ലഘൂകരിച്ചു. ഒരുപാട് പുതിയ നഗരങ്ങൾ അവർ നിർമ്മിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സൗദിയിൽ നടക്കുന്നത്. ഇത് വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. വിഷൻ 2030ന്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് നിയോം സിറ്റി. മരുഭൂമിയിൽ അവർ ഒരു പുതിയ ലോകം തന്നെ തീർക്കുകയാണ്. കാറുകളോ റോഡുകളോ ഇല്ലാത്ത നഗരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. 100% പ്രകൃതി സൗഹൃദ ഊർജമായിരിക്കും അവിടെ ഉപയോഗിക്കുക. ഇതിനു പുറമെ ചെങ്കടൽ തീരത്ത് പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അവർ ഒരുക്കുന്നു. ആഡംബര ഹോട്ടലുകളും റിസോർട്ടുകളും അവിടെ നിർമ്മിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെ അവർ പ്രതീക്ഷിക്കുന്നു. ഈ പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ സൗദി അറേബ്യയുടെ മുഖച്ഛായ തന്നെ മാറും. വിനോദസഞ്ചാരത്തിൽ അവർ ദുബായിക്ക് വലിയൊരു വെല്ലുവിളിയാകും. മുൻപ് സൗദി അറേബ്യ വളരെ കർശനമായ നിയമങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു. സ്ത്രീകൾക്ക് കാർ ഓടിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. സിനിമാ തിയേറ്ററുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ വിഷൻ 2030 വന്നതോടെ എല്ലാം മാറി. സിനിമാ തിയേറ്ററുകൾ തുറന്നു. സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാം. സംഗീത പരിപാടികളും വിനോദ പരിപാടികളും ഇപ്പോൾ അവിടെ സാധാരണമാണ്. രാജ്യത്തേക്ക് വരാൻ ആളുകൾക്ക് ഇപ്പോൾ എളുപ്പത്തിൽ വിസ ലഭിക്കും. വിനോദസഞ്ചാരികൾക്കായി ഇലക്ട്രോണിക് വിസ അവർ തുടങ്ങി. 73 വർഷമായി അവിടെ ഉണ്ടായിരുന്ന മദ്യനിരോധനത്തിലും ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തി. വിദേശികളായ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് മാത്രമായി മദ്യം നൽകാൻ അവർ തീരുമാനിച്ചു. സമ്പന്നരായ വിദേശികളെ ആകർഷിക്കാനാണ് ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത്. റിയാദ് നഗരത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രങ്ങളിൽ ഒന്നാക്കാൻ അവർ ശ്രമിക്കുന്നു. ഇതിനായി അവർ വിദേശ കമ്പനികൾക്ക് ഒരു നിർദ്ദേശം നൽകി. കമ്പനികളുടെ പ്രാദേശിക ആസ്ഥാനം റിയാദിലേക്ക് മാറ്റണം എന്നാണ് നിർദ്ദേശം. അങ്ങനെ മാറ്റാത്ത കമ്പനികൾക്ക് സൗദി സർക്കാരിന്റെ കരാറുകൾ ലഭിക്കില്ല. സൗദി അറേബ്യയിലെ ഗവൺമെന്റ് പ്രൊജക്ടുകൾ വളരെ വലുതാണ്. അതിനാൽ പല ആഗോള കമ്പനികളും തങ്ങളുടെ ആസ്ഥാനം ദുബായിൽ നിന്ന് റിയാദിലേക്ക് മാറ്റി. ഇത് ദുബായിക്ക് ചെറിയൊരു തിരിച്ചടിയായി. കൂടുതൽ കമ്പനികൾ വരുമ്പോൾ റിയാദിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. റിയാദിലെ റിയൽ എസ്റ്റേറ്റ് മേഖല ഇപ്പോൾ വലിയ വളർച്ചയിലാണ്. ആളുകൾക്ക് താമസിക്കാൻ കൂടുതൽ വീടുകളും ഫ്ളാറ്റുകളും അവിടെ ആവശ്യമായി വരുന്നു. പുതിയ വിമാന കമ്പനിയും അവർ തുടങ്ങി. റിയാദ് എയർ എന്നാണ് അതിന്റെ പേര്. എന്നാൽ ദുബായ് വെറുതെ ഇരിക്കുകയല്ല. അവർക്ക് പുതിയ പദ്ധതികളുണ്ട്. D33 എന്ന പേരിൽ അവർ ഒരു പുതിയ സാമ്പത്തിക അജണ്ട പ്രഖ്യാപിച്ചു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ദുബായിയുടെ സമ്പദ്വ്യവസ്ഥ ഇരട്ടിയാക്കുക എന്നതാണ് ലക്ഷ്യം. ദുബായിൽ ഇപ്പോഴും ലോകോത്തര സൗകര്യങ്ങളുണ്ട്. വിനോദസഞ്ചാരത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ദുബായി ആണ്. സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിലും ദുബായ് മുന്നിലാണ്. മികച്ച വിദ്യാലയങ്ങളും ആശുപത്രികളും അവിടെയുണ്ട്. അതിനാൽ വിദേശികൾക്ക് കുടുംബവുമായി താമസിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ദുബായി ആണ്. UAE സർക്കാർ ഇപ്പോൾ ഗോൾഡൻ വിസ എന്ന പേരിൽ പുതിയ വിസ നൽകുന്നുണ്ട്. 10 വർഷം വരെ കാലാവധിയുള്ള വിസയാണിത്. മിടുക്കരായ ആളുകളെയും നിക്ഷേപകരെയും അവിടെ നിലനിർത്താനാണ് ഈ വിസ നൽകുന്നത്. സൗദി അറേബ്യയുടെ വളർച്ച ദുബായിയെ തകർക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അങ്ങനെ സംഭവിക്കില്ല എന്നാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മത്സരം ഗൾഫ് മേഖലയ്ക്ക് ഗുണം ചെയ്യും. ദുബായ് ഒരു ആഗോള വ്യാപാര കേന്ദ്രമായി തുടരും. അവർക്ക് മികച്ച തുറമുഖങ്ങളും വിമാനത്താവളങ്ങളുമുണ്ട്. ലോക വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം ദുബായ് വഴിയാണ് നടക്കുന്നത്. സൗദി അറേബ്യയ്ക്ക് ഇത് പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയില്ല. സൗദി അറേബ്യ വ്യവസായത്തിലും ഉൽപാദനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇരു രാജ്യങ്ങളും പരസ്പരം സഹകരിച്ചാൽ അത് എല്ലാവർക്കും നേട്ടമാകും. സൗദിയിലെ ജനങ്ങൾ അവധിക്കാലം ആഘോഷിക്കാൻ ഇപ്പോഴും ദുബായിൽ പോകുന്നുണ്ട്. അതിനാൽ സൗദിയുടെ വളർച്ച ദുബായിലെ വിനോദസഞ്ചാരത്തിനും ഗുണം ചെയ്യും. ഈ മാറ്റങ്ങൾ പ്രവാസികൾക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് നോക്കാം. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ ഗൾഫ് നാടുകളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫിൽ ജോലി ചെയ്യുന്നു. ഇതിൽ കൂടുതലും സൗദി അറേബ്യയിലും UAEയിലുമാണ്. പുതിയ പദ്ധതികൾ വരുമ്പോൾ സൗദിയിൽ ഒരുപാട് പുതിയ ജോലികൾ ഉണ്ടാകും. എഞ്ചിനീയർമാർക്കും IT വിദഗ്ധർക്കും വലിയ അവസരങ്ങളാണ് അവിടെയുള്ളത്. നിർമ്മാണ മേഖലയിലും ആരോഗ്യ മേഖലയിലും നിരവധി പേരെ ആവശ്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ IT കമ്പനികൾ സൗദിയിൽ നിക്ഷേപം നടത്തുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള സാങ്കേതിക വിദ്യകളിൽ അറിവുള്ളവർക്ക് അവിടെ വലിയ ശമ്പളത്തിൽ ജോലി ലഭിക്കും. ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വലിയ ഡിമാൻഡ് ഉണ്ട്. എന്നാൽ സൗദി അറേബ്യയിൽ ചില വെല്ലുവിളികളുമുണ്ട്.
സൗദിവൽക്കരണം അഥവാ നിദാഖാത്ത് എന്നൊരു പദ്ധതി അവിടെയുണ്ട്. സ്വദേശികൾക്ക് ജോലി നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. രാജ്യത്തെ തൊഴിലില്ലായ്മ കുറയ്ക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. ഇതിന്റെ ഭാഗമായി പല ജോലികളും സൗദി പൗരന്മാർക്ക് മാത്രമായി സംവരണം ചെയ്തു. സൗദി അറേബ്യയിലെ തൊഴിൽ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ സാധാരണക്കാരായ മലയാളികളെ വളരെ മോശമായി ബാധിച്ചു. പുതിയ നിയമങ്ങൾ അനുസരിച്ച് വലിയ സൂപ്പർ മാർക്കറ്റുകളിലും പലചരക്ക് കടകളിലും സ്വദേശികൾക്ക് മാത്രമേ ചില ജോലികൾ ചെയ്യാൻ കഴിയൂ. 300 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കടകളിൽ ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ക്യാഷ് കൗണ്ടർ സൂപ്പർവൈസർ, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ടന്റ് തുടങ്ങിയ തസ്തികകൾ ഇപ്പോൾ പൂർണ്ണമായും സൗദി പൗരന്മാർക്ക് മാത്രമാണുള്ളത്. ഇതു കാരണം ഇന്ത്യക്കാർക്ക് വലിയ തോതിൽ തൊഴിൽ നഷ്ടപ്പെട്ടു. പതിറ്റാണ്ടുകളായി ഈ ജോലികൾ ചെയ്തിരുന്നത് ഇന്ത്യക്കാരായിരുന്നു. പ്രത്യേകിച്ച് മലയാളികൾ ഈ മേഖലയിൽ ധാരാളമായി ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം പെട്ടെന്ന് ജോലി നിർത്തി നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലും നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. വിദേശികൾ നിയമവിരുദ്ധമായി കച്ചവടം നടത്തുന്നത് തടയാൻ കർശന നിയമങ്ങൾ കൊണ്ടുവന്നു. ഇതെല്ലാം അൺസ്കിൽഡ് തൊഴിലാളികൾക്ക് തിരിച്ചടിയായി. UAE-യിലും സ്ഥിതിഗതികൾ മാറുകയാണ്. അവിടെയും തദ്ദേശീയർക്ക് ജോലി നൽകാനുള്ള നിയമങ്ങളുണ്ട്. എമിറേറ്റൈസേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. സ്വകാര്യ കമ്പനികളിൽ നിർബന്ധമായും UAE പൗരന്മാർക്ക് ജോലി നൽകണം. ഇത് പാലിക്കാത്ത കമ്പനികൾക്ക് വലിയ പിഴ നൽകേണ്ടി വരും. അതിനാൽ വിദേശികൾക്ക് അവിടെയും തൊഴിൽ ലഭിക്കാൻ ബുദ്ധിമുട്ടായി വരുന്നു. കൂടാതെ ജീവിത ചെലവ് ദുബായിൽ വളരെ കൂടുതലാണ്. വീട്ടുവാടകയും സ്കൂൾ ഫീസും സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതിനാൽ കുറഞ്ഞ ശമ്പളത്തിൽ ദുബായിൽ ജീവിക്കുക എന്നത് ഇപ്പോൾ സാധ്യമല്ല. പുതിയ തലമുറയിലെ മലയാളികൾ ഇപ്പോൾ ദുബായിലേക്ക് പോകാൻ മടിക്കുന്നു. പലരും യൂറോപ്പിലേക്കും കാനഡയിലേക്കും പോകാനാണ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. കേരളത്തിൽ നിന്നുള്ള ഗൾഫ് കുടിയേറ്റത്തിന്റെ സ്വഭാവവും ഇപ്പോൾ മാറുകയാണ്. മുൻപ് കേരളത്തിൽ നിന്നുള്ള നിരക്ഷരരായ ആളുകൾ പോലും ഗൾഫിൽ പോയി ജോലി ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഗൾഫ് യാത്രക്കാരുടെ എണ്ണം കുറയുകയാണ്. പകരം ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ കൂടുതലായി ഗൾഫിലേക്ക് പോകുന്നത്. കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ അവർ തയ്യാറാണ്. എന്നാൽ മലയാളികൾക്ക് ഉയർന്ന ജീവിത ചെലവ് കാരണം അതിന് കഴിയുന്നില്ല. അതിനാൽ കുറഞ്ഞ ശമ്പളമുള്ള ജോലികൾ പൂർണ്ണമായും ഉത്തരേന്ത്യക്കാർക്ക് ലഭിക്കുന്നു. ഇത് കേരളത്തിന്റെ കുടിയേറ്റ ചരിത്രത്തിലെ വലിയൊരു മാറ്റമാണ്. അൺസ്കിൽഡ് ജോലികൾക്ക് ഗൾഫിലേക്ക് പോകുന്ന മലയാളികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. എങ്കിലും സ്കിൽഡ് ജോലികളിൽ മലയാളികൾക്ക് ഇപ്പോഴും മികച്ച അവസരങ്ങളുണ്ട്. ആരോഗ്യ സംരക്ഷണ മേഖല ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. സൗദി അറേബ്യ തങ്ങളുടെ ആരോഗ്യ മേഖലയിൽ വലിയ നിക്ഷേപങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. പുതിയ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും അവിടെ തുടങ്ങുന്നു. ഇവിടെയെല്ലാം മികച്ച നഴ്സുമാരെയും ഡോക്ടർമാരെയും ആവശ്യമുണ്ട്. കേരളത്തിൽ നിന്നുള്ള നഴ്സുമാർക്ക് ലോകമെമ്പാടും വലിയ ഡിമാൻഡാണുള്ളത്. അതിനാൽ അവർക്ക് സൗദിയിൽ മികച്ച ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നു. എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി തുടങ്ങിയ മേഖലകളിലും മിടുക്കരായ മലയാളികൾക്ക് ജോലി കിട്ടുന്നുണ്ട്. പണ്ടത്തെ പോലെ വിസ ഏജന്റുമാരെ ആശ്രയിക്കാതെ നേരിട്ട് ജോലി നേടുന്നവരാണ് ഇപ്പോൾ കൂടുതൽ. ദുബായിയുടെ അടിസ്ഥാനം അവരുടെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളുമാണ്. ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായാണ് ദുബായ് പ്രവർത്തിക്കുന്നത്. ചരക്കു ഗതാഗതത്തിൽ ദുബായ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. എമിറേറ്റ്സ് എന്ന വിമാന കമ്പനി ദുബായിയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചു. എന്നാൽ സൗദി അറേബ്യ ഇപ്പോൾ ഇതിലും മത്സരം തുടങ്ങിയിട്ടുണ്ട്. ആഗോള യാത്രക്കാരെ തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് പുതിയ വിമാന കമ്പനികളിലൂടെ ലക്ഷ്യമിടുന്നത്. 2034 ലോകകപ്പ് ഫുട്ബോൾ സൗദിയിൽ നടത്താനും അവർക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഇതുവഴി കൂടുതൽ ആളുകളെ തങ്ങളുടെ രാജ്യത്തെത്തിക്കാൻ അവർക്ക് കഴിയും. കായിക രംഗത്തെ നിക്ഷേപങ്ങൾ സൗദി അറേബ്യയുടെ പുതിയ തന്ത്രമാണ്. സൗദി അറേബ്യയിലെ ജനസംഖ്യ UAE അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. സൗദിയിലെ പൗരന്മാർക്ക് നല്ല വരുമാനവുമുണ്ട്. അതിനാൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് അവിടെ തന്നെ വലിയൊരു വിപണിയുണ്ട്. ദുബായിയെ പോലെ വിദേശികളെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ട അവസ്ഥ സൗദിക്കില്ല. രാജ്യത്തിനകത്ത് തന്നെയുള്ള ആളുകൾ സാധനങ്ങൾ വാങ്ങുന്നതിനാൽ ബിസിനസ്സുകൾക്ക് പെട്ടെന്ന് വളരാൻ കഴിയും. വിനോദസഞ്ചാര മേഖലയിലും ഇതിന്റെ ഗുണം കാണാം. സൗദിയിലെ ആളുകൾ തന്നെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ വിനോദസഞ്ചാരത്തിനായി പോകുന്നുണ്ട്. മതപരമായ വിനോദസഞ്ചാരത്തിലും സൗദി ലോകത്തിൽ 1-ാം സ്ഥാനത്താണ്. മക്കയിലും മദീനയിലും എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നു. മക്കയിലേക്കും മദീനയിലേക്കുമുള്ള തീർത്ഥാടകരുടെ എണ്ണം വർഷം തോറും കൂട്ടാനാണ് സൗദി അറേബ്യയുടെ തീരുമാനം. ഉംറ വിസകൾ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ലഭിക്കും. ഇത് കാരണം കൂടുതൽ ആളുകൾ അവിടെ എത്തുന്നു. അവിടെയുള്ള ഹോട്ടലുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഇത് വലിയ ലാഭമുണ്ടാക്കുന്നു. തീർത്ഥാടകർക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാനായി പുതിയ ട്രെയിൻ സർവീസുകൾ അവർ തുടങ്ങി. മക്കയും മദീനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹറമൈൻ അതിവേഗ ട്രെയിൻ ഇതിനൊരു ഉദാഹരണമാണ്. വിനോദസഞ്ചാര മേഖലയിലെ ഈ വളർച്ച ട്രാവൽ ഏജൻസികൾക്കും ഹോട്ടലുകൾക്കും ഗുണം ചെയ്തു. ഈ മേഖലകളിൽ മലയാളികൾക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. തീർത്ഥാടന മേഖലയിലെ സാങ്കേതിക വികസനത്തിലും IT വിദഗ്ധരായ മലയാളികൾ പ്രവർത്തിക്കുന്നുണ്ട്. 2 രാജ്യങ്ങളും തമ്മിലുള്ള ഈ മത്സരം നിക്ഷേപകർക്ക് വലിയ അനുഗ്രഹമാണ്. മുൻപ് വിദേശികൾക്ക് ബിസിനസ് തുടങ്ങാൻ ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരു സ്വദേശി സ്പോൺസർ നിർബന്ധമായിരുന്നു. ബിസിനസിന്റെ 51% ഓഹരികളും ഈ സ്പോൺസറുടെ പേരിലായിരിക്കണം എന്നായിരുന്നു നിയമം. എന്നാൽ ഇപ്പോൾ 2 രാജ്യങ്ങളും ഈ നിയമം മാറ്റി. വിദേശികൾക്കിപ്പോൾ 100% ഉടമസ്ഥാവകാശത്തോടെ സ്വന്തമായി കമ്പനികൾ തുടങ്ങാം. ഇത് മലയാളികളായ വ്യവസായികൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്.
പല വലിയ ബിസിനസ് ഗ്രൂപ്പുകളും ഇപ്പോൾ സൗദിയിലും UAE-യിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു. ടുലു ഗ്രൂപ്പ്, ജോയ് ആലുക്കാസ് തുടങ്ങിയ മലയാളി സ്ഥാപനങ്ങൾ ഇതിനകം വലിയ നിക്ഷേപങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. UAE-യുടെ വികസനം കൂടുതലും വിദേശ നിക്ഷേപങ്ങളെ ആശ്രയിച്ചാണ്. എന്നാൽ സൗദി അറേബ്യയ്ക്ക് സ്വന്തമായി വലിയ സമ്പത്തുണ്ട്. പെട്രോളിയം കയറ്റുമതിയിലൂടെ ലഭിക്കുന്ന പണം അവർ സ്വന്തം രാജ്യത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നു. പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ലോകത്തിലെ പല വലിയ കമ്പനികളിലും ഓഹരികൾ വാങ്ങിയിട്ടുണ്ട്. ഫേസ്ബുക്ക് പോലെയുള്ള ആഗോള കമ്പനികളിൽ അവർക്ക് നിക്ഷേപമുണ്ട്. ഇതിൽ നിന്നുള്ള ലാഭം അവർ സ്വന്തം ജനങ്ങളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുന്നു. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും അവർ വലിയ പ്രാധാന്യം നൽകുന്നു. പുതിയ തലമുറയെ ലോകത്തിന് മുൻപിൽ മത്സരിക്കാൻ പ്രാപ്തരാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി പാഠ്യപദ്ധതികളിൽ വലിയ മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നു. സൗദിയിലെ സ്ത്രീകൾ ഇപ്പോൾ എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്നുണ്ട്. ബാങ്കുകൾ, IT കമ്പനികൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ സൗദി സ്ത്രീകൾ ഇപ്പോൾ സജീവമാണ്. തൊഴിൽ മേഖലയിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂട്ടുക എന്നത് വിഷൻ 2030-ന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഈ മാറ്റം വിദേശികളായ സ്ത്രീകൾക്കും ഗുണം ചെയ്തു. ഗൾഫിൽ കുടുംബമായി താമസിക്കുന്ന മലയാളികൾക്ക് ഇപ്പോൾ അവിടെ തന്നെ ജോലി കണ്ടെത്താൻ എളുപ്പമാണ്. മുൻപ് സ്ത്രീകൾക്ക് അവിടെ ജോലി ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് സാഹചര്യങ്ങൾ മാറി. ഇത് കുടുംബങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. 2 വരുമാനം ഉള്ളതുകൊണ്ട് അവർക്ക് അവിടെ മികച്ച രീതിയിൽ ജീവിക്കാൻ കഴിയുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനും 2 രാജ്യങ്ങളും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന സമ്പദ്വ്യവസ്ഥ പ്രകൃതിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് അവർക്കറിയാം. അതിനാൽ കാറ്റ്, പ്രകാശം എന്നിവയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. ദുബായിൽ ഇതിനകം തന്നെ വലിയ സോളാർ പാർക്കുകളുണ്ട്. സൗദി അറേബ്യയും ഇതിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നു. പരിസ്ഥിതി സൗഹൃദമായ വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള ആഗോള ശ്രമങ്ങളിൽ ഈ രാജ്യങ്ങളും പങ്കുചേരുന്നു. ഹരിത ഊർജ്ജ മേഖലയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ ഗൾഫിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും. ലോകം മുഴുവൻ ഈ മാറ്റത്തിലേക്ക് പോകുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അതിൽ മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. സൗദി അറേബ്യയുടെ മാറ്റങ്ങൾ അത്ര എളുപ്പമുള്ള ഒന്നല്ല. പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ചിന്താഗതികൾ മാറ്റിയെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. പഴയ തലമുറയിലെ ചില ആളുകൾ ഈ മാറ്റങ്ങളെ എതിർക്കുന്നുണ്ട്. എന്നാൽ ചെറുപ്പക്കാർ ഈ മാറ്റങ്ങളെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. സൗദിയിലെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും യുവാക്കളാണ്. അവർക്ക് പുതിയ ലോകത്തിനൊപ്പം സഞ്ചരിക്കാനാണ് താല്പര്യം. ദുബായ് ഇത് പണ്ടേ തിരിച്ചറിഞ്ഞതാണ്. ദുബായിലെ ജനത ലോകത്തിലെ ഏത് സംസ്കാരത്തെയും അംഗീകരിക്കാൻ തയ്യാറാണ്. ഈ തുറന്ന സമീപനമാണ് ദുബായിയുടെ ഏറ്റവും വലിയ ശക്തി. സൗദി അറേബ്യയും ഈ വഴിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. സഹിഷ്ണുതയും പരസ്പര ബഹുമാനവുമുള്ള ഒരു സമൂഹം വാർത്തെടുക്കാൻ അവർ ശ്രമിക്കുന്നു. ദുബായിലെ ജീവിതം സൗദി അറേബ്യയെ അപേക്ഷിച്ച് കൂടുതൽ ചെലവേറിയതാണ്. എന്നാൽ ദുബായ് നൽകുന്ന ജീവിത നിലവാരം ലോകത്തിലെ ഏറ്റവും മികച്ചതാണ്. അവിടെയുള്ള നൈറ്റ് ലൈഫും എന്റർടൈൻമെന്റും വിദേശികളെ ഏറെ ആകർഷിക്കുന്നു. സൗദി അറേബ്യയ്ക്ക് ഇതിനൊപ്പം എത്താൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. സിനിമാശാലകളും വിനോദ കേന്ദ്രങ്ങളും അവിടെ വരുന്നുണ്ടെങ്കിലും ദുബായിയുടെ അത്രയും സ്വാതന്ത്ര്യം അവിടെ ഇപ്പോഴുമില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ദുബായിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. ഇത് തിരിച്ചറിഞ്ഞാണ് സൗദി അറേബ്യ ഇപ്പോൾ തങ്ങളുടെ നിയമങ്ങളിൽ അയവ് വരുത്തുന്നത്. വിദേശികൾക്ക് സുഖമായി ജീവിക്കാൻ കഴിയുന്ന പ്രത്യേക സാമ്പത്തിക മേഖലകൾ അവർ രൂപീകരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റങ്ങളെല്ലാം വളരെ നിർണായകമാണ്. വിദേശത്തേക്ക് പോകുന്നവർക്ക് മികച്ച പരിശീലനം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാകണം. സ്കിൽ ഡെവലപ്മെന്റ് കേന്ദ്രങ്ങൾ എല്ലാ ജില്ലകളിലും തുടങ്ങണം. ലോകത്തിന് ആവശ്യമായ പുതിയ കോഴ്സുകൾ നമ്മുടെ കോളേജുകളിൽ പഠിപ്പിക്കണം. ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കണ്ട് വിദ്യാർത്ഥികളെ സജ്ജരാക്കണം. ചുരുക്കത്തിൽ സൗദി അറേബ്യയുടെ വിഷൻ 2030 മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. അവർ ദുബായിയെ പൂർണ്ണമായും മറികടക്കുമോ എന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്.